കൗതുകമുണർത്തി മിൽമ കോൺക്ലേവിലെ നാടൻ പശുക്കളുടെ പ്രദർശനം. സദേൺ ഡയറി ആൻഡ് ഫുഡ് കോൺക്ലേവിന്റെ ഭാഗമായി കാലിക്കറ്റ് ട്രേഡ് സെന്ററിലെ വർഗീസ് കുര്യൻ നഗറിൽ ഒരുക്കിയ പ്രദർശനമാണ് ശ്രദ്ധേയമായത്. കാഴ്ചകൾ കൊണ്ടും വൈവിധ്യങ്ങൾ കൊണ്ടും ശ്രദ്ധേയമാവുകയാണ് കോഴിക്കോട് നടക്കുന്ന മിൽമ സദേൺ ഡയറി ആൻഡ് ഫുഡ് കോൺക്ലേവിന്റെ പ്രദർശനം. അതിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പശുക്കളുടെ എക്സിബിഷൻ കാണാൻ നിരവധി പേരാണ് എത്തുന്നത്. ഗുജറാത്തിൽ നിന്നുള്ള ഗിർ, ആന്ധ്രാപ്രദേശിലെ ചിറ്റൂരിൽ നിന്നുള്ള പൂങ്കന്നൂർ, ഗുജറാത്തിൽ നിന്നുള്ള കാൺഗ്രജ്, വടക്കൻ കർണാടകയിൽ നിന്നുള്ള കൃഷ്ണവാലി, മഹാരാഷ്ട്രയിൽ നിന്നും പഞ്ചാബിൽ നിന്നും ഹരിയാനയിൽ നിന്നും, അതിനൊപ്പം തന്നെ താർ മരുഭൂമി പ്രദേശത്ത് കാണുന്ന താർപോക്കറും കാസർഗോഡ് കുള്ളനുമെല്ലാം പ്രദർശനത്തിന്റെ ശ്രദ്ധാകേന്ദ്രങ്ങളാകുന്നു. ഉരുണ്ട നെറ്റയും നീണ്ടുപിരിഞ്ഞു കിടക്കുന്ന ചെവിയുമുള്ള ഗിർ ഇനങ്ങളുള്ള പശുക്കളാണ് ഏറെ കൗതുകമുണർത്തുന്നത്. പ്രതിദിന പാലുത്പാദനം 6 മുതൽ 8 ലിറ്റർ വരെയാണ്. വലിപ്പത്തിലും ആകാരത്തിലും ഗിർ മുന്നിട്ട് നിൽക്കുന്നുവെങ്കിൽ ഏറ്റവും കുള്ളന്മാരാണ് ആന്ധ്രയിൽ നിന്നുള്ള പൂങ്കന്നൂരും കേരളത്തിന്റെ നാടൻ ഇനമായ വെച്ചൂരും കാസർഗോഡ് കുള്ളനും. 97 സെന്റിമീറ്റർ മാത്രമാണ് പുങ്കന്നൂരിന്റെ ശരാശരി ഉയരം. പ്രതിദിന പാലുൽപാദനം ശരാശരി 2 ലിറ്ററും. കൃഷ്ണവാലിയും പാലുൽപാദനത്തിൽ നന്നേ പിറകിൽ. കൃഷി ആവശ്യത്തിനും ഭാരം വലിക്കുന്നതിനുമാണ് ഇവയെ പ്രധാനമായും ഉപയോഗിക്കുന്നത്. അങ്ങനെ സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള പശുക്കളെ ഒരേ ഇടത്ത് എത്തിച്ചതും കാഴ്ചക്കാർക്ക് കൗതുകമുണർത്തുന്നു. പശുക്കൾക്ക് പുറമെ ആടുകളും പ്രദർശനത്തിലുണ്ട്. ജംന പ്യാരി, സിരോഹി, സിൽക്കി ഗോഡ് തുടങ്ങി നിരവധി ആടുകൾ. വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുൾപ്പെടെ നിരവധി കുട്ടികളാണ് ഈ കാഴ്ചകൾ കാണാൻ മിൽമ കോൺക്ലേവിലേക്ക് എത്തുന്നത്. കൈരളി ന്യൂസ്, കോഴിക്കോട്.